ഹലോ മൈ ഗായ്സ്, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. ഇതൊരു ഈ ഫുട്ബോൾ യൂസേഴ്സ് അഥവാ പെസ് യൂസേഴ്സിലെ ബിഗിനേഴ്സിനാണുള്ള വീഡിയോസാണ്. അപ്പം നമ്മൾ ഈ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫുട്ബോളിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ പറഞ്ഞുതരും. നമ്മൾ ഷോപ്പിൽ പോയിട്ട് കോയിൻസ് കൊടുത്ത് കോയിൻസിൻ്റെ അതിനകത്ത് കയറി കഴിഞ്ഞ് ഫുട്ബോൾ കോയിൻസ് പിന്നെ പ്ലെയേഴ്സ് എല്ലാം നമുക്ക് റിയൽ മണി കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ജി പിൻ്റെ അടുത്ത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജി പി കൊടുത്ത് ഓരോന്ന് വാങ്ങാൻ കഴിയുന്നതാണ്. ജി പി എടുത്ത് നമുക്ക് അതിൻ്റെ അടുത്ത് കാണിക്കുന്നതെല്ലാം വാങ്ങാൻ കഴിയും. പിന്നെ അക്കാദമി പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കില്ലപ്പ് ചെയ്യാൻ കഴിയും. നമ്മുടെ അതിൽ നിന്ന് സ്കില്ലപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പ്ലെയേഴ്സിനെ കിട്ടും, പിന്നെ കോയിൻസ് കിട്ടും, അതൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ട്രെയിനിങ് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നമ്മുടെ ഒന്ന് ട്രെയിൻ ചെയ്ത് നമുക്കിത് പഠിക്കാം. പിന്നെ എക്സ്ട്രാസ് പോയി കഴിഞ്ഞാൽ സപ്പോർട്ടിൽ നമുക്ക് ടീം സൈനിങ് ചെയ്യാൻ കഴിയും. ടീം സൈനിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ഇടുന്നതായിരിക്കും, അവരും അത് കാണുക. പിന്നെ പ്രൊഫൈലിൻ്റെ അവിടെ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫേവറേറ്റ് പ്ലെയറിനെ ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അടുത്തുള്ള പ്ലേയേഴ്സിൽ ഏതെങ്കിലും ഇതാണ് നമ്മളെ ഫേവറേറ്റ് പ്ലെയർ, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ മതി. പിന്നെ ഇവിടെ നമുക്ക് ചേഞ്ച് നെയിം ചേഞ്ച് ചെയ്യാം. അതിൻ്റേതായുള്ളടുത്ത് ബാഡ്ജ്, നമ്മുടെ ബാഡ്ജ് ഉണ്ടാവും. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ബാഡ്ജ് ഇടുന്ന ആ ഒരു ബാഡ്ജാണ് 100 PvP മാച്ചസ് വിൻ ചെയ്താൽ മതി. അങ്ങനെ ഒരുപാട് ബാഡ്ജസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതേപോലെ തന്നെ പ്രൊഫൈൽ ബാനർ, ഈ 950 മില്യൺ ഡൗൺലോഡ്സ് കാണിക്കുന്ന അത് നമുക്ക് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണുക. പിന്നെ മാച്ചിൽ ഇവൻറ്റ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് AI കാണാം, PvP കാണാം. AI ഫസ്റ്റ് ഒരു ബോക്സിൻ്റെ ചിഹ്നം കാണിക്കുന്ന അതിൽ നമുക്ക് ഇതിലിപ്പോൾ 0 പോയിൻറ്റ്സ് ഉണ്ടാവുക. അത് അങ്ങനെ ഇവിടെ കാണിക്കുന്ന ഈ 0 പോയിൻറ്റ്സ് നമുക്ക് 3000 പോയിൻറ്റ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രീ സ്പിൻ കിട്ടും. ട്രെൻഡിങ് അഥവാ ഈ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ മാച്ച് സെറ്റിങ്സ് പോയിട്ട് നമ്മുടെ മാച്ച് ലെവൽ മാറ്റാൻ കഴിയുന്നതാണ്. മാച്ച് ലെവൽ ലെജൻഡിലൊക്കെ ഇട്ട പോയിൻറ്റ്സ് അധികമായിട്ട് കയറും. അതുപോലെ AI എന്ന് പറഞ്ഞാൽ റോബോട്ടും PvP എന്ന് പറഞ്ഞാൽ റിയൽ പ്ലേയേഴ്സാണ്. PvPയിൽ ആദ്യത്തെ 2 മാച്ചിൽ കോയിൻസിൻ്റെ ഉണ്ടാകും. ആ കോയിൻസിൻ്റെ അത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 കോയിൻസ് കിട്ടുന്നതാണ്. അതേപോലെ ഈ ഫുട്ബോളിൽ അഥവാ ഡിവിഷൻ അതിൽ നമുക്ക് PvP കാറ്റഗറി ഉണ്ട്, AI കാറ്റഗറി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PvP കാറ്റഗറിയിൽ നമ്മളിപ്പം ഡിവിഷൻ 1 എത്തിനായിരിക്കും. ഡിവിഷൻ 9ലാണ്. ഡിവിഷൻ 1 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷോർട്ട് ടൈം കിട്ടുന്നതാണ്. ഷോർട്ട് ടൈം പ്ലെയറിനെ കിട്ടും. അതുപോലെ ആ ഷോർട്ട് ടൈം പ്ലെയർക്ക് ആവശ്യത്തിന് നല്ല പ്ലെയർ ആയിരിക്കും. പിന്നെ ഫ്രണ്ട് മാച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പരമൊക്കെ മാച്ച് കളിക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇങ്ങനെ മാച്ച് കളിക്കാം. അതേപോലെ നമുക്ക് ഇനി മൈ ടീം പോയി കഴിഞ്ഞാൽ ഒരു ഗെയിം പ്ലാൻ കാണാം. ഗെയിം പ്ലാനിൽ നമ്മുടെ ആ ടീമിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ ഓരോ പ്ലേയേഴ്സിനെ പ്ലസിൻ്റെ ചിഹ്നം ഞെക്കി കഴിഞ്ഞാൽ പ്ലേയേഴ്സിനെ സ്വിച്ച് ചെയ്ത് മാറ്റി വെക്കാൻ കഴിയുന്നതാണ്. പിന്നെ അതേപോലെ മാനേജേഴ്സിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജർ ഡീറ്റെയിൽസ് കാണാം. നമുക്ക് ആ മാനേജറിനെ പറ്റിയെല്ലാം അറിയും. അതേപോലെ മാനേജറിൻ്റെ മാനേജർ നമുക്ക് വേറെ മാനേജറിന് ഇടാൻ കഴിയും. ചേഞ്ച് ഫോർമേഷൻ, ടീമിൻ്റെ ഒരു ഫോർമേഷനൊക്കെ മാറ്റാൻ, ടീം പ്ലേ സ്റ്റൈലും അതേപോലെ മാറ്റാം. ഗെയിം പ്ലാനിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ ടീമിൻ്റെ എംപ്ലോയി ഞെക്കി കഴിഞ്ഞാൽ ഗെയിം പ്ലാൻ ലിസ്റ്റിൽ നമുക്ക് 9 ഗെയിം പ്ലാൻ വരെ ഉണ്ടാക്കാം. പിന്നെ ബേസ് ടീം സെറ്റിങ്സ് എടുത്താൽ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ടീമൊക്കെ ഇടാൻ കഴിയും. ഞാനിപ്പോൾ ഒരു AC മിലാനാണ് ഇടുന്നത്. ബാർസലോണ എന്നുള്ള ടീം മാറി AC മിലാനിലേക്ക് മാറി. അതേപോലെ പ്ലെയേഴ്സിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള എല്ലാ പ്ലെയേഴ്സും അവിടെ ഉണ്ടാകുന്നതാണ്. ഒരു ടീമിൽ ഏതെങ്കിലും പ്ലെയേഴ്സ് ഉണ്ടോ ആ പ്ലെയേഴ്സൊക്കെ അതിൻ്റെ അകത്തുണ്ടാവും. പിന്നെ ഫിൽറ്ററിൽ നമുക്ക് പ്ലെയേഴ്സിനെ വേർതിരിക്കാൻ കഴിയും. നമ്മൾ ആ ആക്ഷനിൽ പോയിട്ട് ഫിൽറ്റർ കാർ ടൈപ്പ് കൊടുത്താൽ കാർ ടൈപ്പിൽ ട്രെൻഡിങ് ഒരു ടൈപ്പ് കാർഡാണത്. അത് കൊടുത്തു കഴിഞ്ഞാൽ
ട്രെൻഡിങ് കാർഡ്സ് മാത്രമേ കാണിക്കുള്ളൂ. അതേപോലെ യൂണിഫോം, നമുക്ക് 3 യൂണിഫോം ഉണ്ടാവും. അത് ജേഴ്സി, അത് നമുക്ക് മാറ്റി മാറ്റി ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാവുന്നതാണ്. അതേപോലെ കസ്റ്റം സ്റ്റേഡിയം, ഇത് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും പോയി കാണുക. അതുപോലെ മാനേജേഴ്സ്, നമ്മുടെ കയ്യിൽ മാനേജേഴ്സ്, ആ പ്ലേയേഴ്സിനെ പറഞ്ഞ പോലെ മാനേജേഴ്സും ഏതെങ്കിലും മാനേജേഴ്സിൻ്റെ നമുക്ക് അവിടെ കാണിക്കുന്നതാണ്. അത്രയാണ് ഈ ഒരു ഗെയിം പ്ലാൻ ഇത് മൈ ടീമിലുള്ളത്. പിന്നെ കോൺട്രാക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റാണ്. അതിൽ നമുക്ക് ഈ ഫുട്ബോൾ കോയിൻസ് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഓരോ പ്ലേയേഴ്സിനെ സ്പിൻ ചെയ്യാൻ കഴിയും. അതേപോലെ ഇത് പാക്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലേയേഴ്സിനെ കോയിൻസ് കൊടുത്ത് വാങ്ങാനും പ്ലേയേഴ്സിനും പിന്നെ മാനേജേഴ്സിനെയൊക്കെ വാങ്ങാൻ കഴിയുന്നതാണ്. നല്ല മാനേജേഴ്സിനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടീം സ്ട്രെങ്ത്തും കൂടും. പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ കസ്റ്റമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഇങ്ങനെ കസ്റ്റം ചെയ്തുണ്ടാക്കാം. പിന്നെ സ്റ്റാൻഡേർഡ് പ്ലെയേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ പ്ലെയേഴ്സിൻ്റെ GP കൊടുത്താണ്. അത് ബേസ് കാർഡ്സ് ആയിരിക്കും. അതുപോലെ സ്റ്റാൻഡേർഡ് മാനേജേഴ്സും അങ്ങനെ തന്നെ. അതേപോലെ ഇനി മിഷൻസ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യമായാലും മിഷൻസ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതിന് നമുക്ക് ഇവിടുന്ന് ഓരോന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ ഡിവിഷൻ 9 പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് കിട്ടുന്നതാണ്. ഇത് സ്റ്റെപ്പപ്പിൽ നമുക്ക് ഓരോ കാര്യങ്ങളും അതിലുള്ള ഓരോ മിഷൻസ് തന്നെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പപ്പ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ കോയിൻസ് പ്ലേയേഴ്സൊക്കെ കിട്ടും. അതിൽ പിന്നെ ഉള്ളത് ഡെയിലി ഗെയിമാണ്. ഡെയിലി ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കളിക്കണം. ഒരു ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. ഒന്നും പണിയില്ല, ആ ഡെയിലി ഗെയിം ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പെനാൾട്ടി അങ്ങ് സ്കോർ ചെയ്തു. ഞാൻ അത് സ്കോർ ചെയ്ത് കഴിഞ്ഞാണ്. അതേപോലെ നമുക്കിങ്ങനെ ഈ ഒരു ബൂട്ടിൻ്റെ എംബ്ലം കണ്ട് അതിങ്ങനെ കംപ്ലീറ്റ് ആയി വരും. ഈ ഒരു ലാപ്പ് ഇത് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലാപ്പ് കഴിഞ്ഞാൽ 100 കോയിൻ കിട്ടും. അതേപോലെ ഫസ്റ്റ് ലാപ്പ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 6th ലാപ്പിനാണ്. ഫസ്റ്റ് ലാപ്പിൽ ഹസാർഡ് എപ്പിക്ക്, അതേപോലെ 45+ ലാപ്പ് ഉണ്ട്. ഇത്രയാണ് ഈ ഡെയിലി ഗെയിമിൻ്റെ അകത്തുള്ളത്. ഇനി നമുക്ക് ആ ഒരു ഗിഫ്റ്റിൻ്റെ അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ കളിച്ചുണ്ടാക്കുന്നതെല്ലാം ആ ഗിഫ്റ്റിലേക്കാണ് പോവുക. പിന്നെ ഫ്രണ്ട്സ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളത് ഫ്രണ്ടാക്കി വെച്ച ഫ്രണ്ട്സിനെല്ലാം ഉണ്ടാവും. പിന്നെ പെൻഡിങ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പെൻഡിങ്ങിൽ സെൻഡ് ഫ്രണ്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സിന് പോലെ യൂസർ നെയിം ക്ലിക്ക് ചെയ്തിട്ട് റിക്വസ്റ്റ് ഇടാം. അവർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടായി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ സൈഡിലുള്ളത് കണ്ടില്ല, അതിൽ നമുക്ക് ഇപ്പോൾ അവർ